ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ അമ്മ മരിച്ചതായിരിക്കും, അമ്മേനെ കാണണം എന്നായിരിക്കും കുട്ടിയുടെ ആഗ്രഹം. ആ അമ്മയെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ സാധനം ചെയ്ത് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് ശരിക്കും അറിഞ്ഞോ അറിയാതെയോ ഞാനടക്കമുള്ള മെന്റലിസ്റ്റ്, ഹിപ്നോട്ടിസ്റ്റ് വരുന്ന സമൂഹം അതിന് ഉത്തരവാദികളാണ്. ആക്ച്വലി പേടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ല പേടിക്കലാണെങ്കിലും പേടിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ, റിയൽ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് മെന്റലിസത്തിലല്ല, ഹിപ്നോട്ടൈസിങ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഏത് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് ഞാൻ ചോദിക്കട്ടെ. അതായത് ഒരു കുട്ടി വിളിച്ചെന്ന് പറഞ്ഞു, അതൊരു ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞു. അതിനെ വീണ്ടും എക്സ്പ്ലോർ ചെയ്യാനാണ് കുട്ടികൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അതെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹങ്ങൾ കുട്ടികളുടെ കയ്യിലുണ്ട്. അവർക്കുള്ള ചില ഒബ്സഷൻസ് അവർ ഇല്ലാതാക്കാനല്ല നോക്കുന്നത്, അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോഴത്തെ ഒരു ജനത ശ്രമിക്കുന്നത്. അതിനെപ്പറ്റി അത് ആക്ച്വലി പേടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ല പേടിക്കലാണെങ്കിലും പേടിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ഏതെങ്കിലും തീം പാർക്കിൽ പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് പേടിയാവുന്ന റൈഡിലേക്ക് കയറാം. പേടിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതേപോലെ ഇരുട്ടിനോടുള്ള ഭയം എന്ന് പറയുന്നത് നമ്മുടെ DNA ലുള്ളതാണ്. ജനിച്ച് വീണ് കണ്ണു തുറന്നൊരു കുട്ടി ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും. കാരണം അതിനെ ആരും അപ്പൊ പ്രേതം വരുന്നൊന്നും പറഞ്ഞിട്ടല്ല അത് കരയുന്നത്. അത് DNA ലുള്ളതാ ഇരുട്ടിനുള്ള പേടി. അപ്പൊ പേടിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ കുട്ടികൾക്ക് ഇതുപോലുള്ള ചലഞ്ചുകൾ എടുത്ത് മുന്നോട്ട് പോകാൻ ഇപ്പൊ ഭയങ്കര താല്പര്യമാണ്. ആഫ്റ്റർ എന്ത് സംഭവിക്കും എന്നുള്ളത് അവർക്ക് ഇപ്പൊ വിഷയമല്ല. കാരണം അത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞു, ഈ പ്രേതങ്ങളെ കാണുക, അതിനെ എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ പറയുന്നത്. ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഇവിടെ ഒരു ആഡ് കണ്ട്, മരിച്ചുപോയ ആളെ നിങ്ങൾക്ക് മുന്നിൽ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആഡ് കണ്ട് ഞാൻ. ഓക്കെ, റിയലായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അത് മെന്റലിസത്തിലല്ല, ഹിപ്നോട്ടൈസിങ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. റാപ്പിഡ് ഹിപ്നോസിസ് നമ്മൾ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാവരിലും ചെയ്യാൻ പറ്റും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ഇതുമൂലം ഉണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. ആഫ്റ്റർ ദ ഷോ അല്ലെങ്കിൽ ആഫ്റ്റർ ദ പെർഫോമൻസ് ഈ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. അതിനെക്കുറിച്ച് ആരും ബോധമിടല്ല. ഇപ്പോൾ മരിച്ച ഒരാളെ മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാം, ഞാൻ ഒരിക്കലും അതിനെതിരല്ല, ചെയ്തോട്ടെ, ഒരു പ്രശ്നവും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രേം നസീർ, ഓക്കെ, മരിച്ചുപോയ പ്രേം നസീറിന് മുന്നിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നിങ്ങളത് ചെയ്യും. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാർ കാണാൻ പറ്റും. അതല്ലാതെ ഒരു ചെറിയ കുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇപ്പൊ ആ കുട്ടിയുടെ അമ്മ മരിച്ചതായിരിക്കും, അമ്മേനെ കാണണം എന്നായിരിക്കും കുട്ടിയുടെ ആഗ്രഹം. ആ അമ്മയെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആ സാധനം ചെയ്ത് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് ശരിക്കും അറിഞ്ഞോ അറിയാതെയോ ഞാനടക്കമുള്ള മെന്റലിസ്റ്റ്, ഹിപ്നോട്ടിസ്റ്റ് വരുന്ന സമൂഹം അതിന് ഉത്തരവാദികളാണ്. കാരണം ശരിക്കും ചെയ്യുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടാണ് ഈ കുട്ടികളെ ഇതൊക്കെ ഇത് ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയ കാണുന്ന 80% കാര്യങ്ങളും ഫേക്കാണ്. ഈ 20% മാത്രമേ റിയൽ ആയിട്ടുള്ള ഹിപ്നോസിസ് കാണുന്നുള്ളൂ. അത് കാണുന്നത് ശരിക്കും ഹിപ്നോസിസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹിപ്നോട്ടിക്കൽ സജഷനിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അവരെ ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഇപ്പം ഷോക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് കറണ്ട് കുത്തിയിട്ട് ഷോക്ക് അടിപ്പിക്കുന്ന ആ പരിപാടിയല്ല. ഷോക്കിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ഒരാളെ സ്ലീപ്പിലേക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ. ഇതൊക്കെ സയന്റിഫിക് ആണ്. ശരിക്കും ഹിപ്നോതെറാപ്പിസ്റ്റ് എന്നാണ് ഇതിന്റെ ശരിക്ക് ആൾക്കാർ ഇതിന് എടുക്കേണ്ടത്. ശരിക്കും ഒരു ഹിപ്നോതെറാപ്പിസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇതിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്? ഹിപ്നോതെറാപ്പിസ്റ്റ് എന്താ ചെയ്യുന്നത്? ഒരാൾക്കുള്ള ഒരു പ്രശ്നത്തിനെ അവർ അവിടത്തേക്ക് കൊണ്ടുപോയി അതിനെ റീപ്രോഗ്രാമിങ് ചെയ്ത് അത് അവർക്ക് ഇല്ലാതാക്കി കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യമാണ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലേ? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എന്താ? ഉള്ള പ്രശ്നത്തിന് ട്രിഗർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ശരിയാണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ പ്രശ്നം എന്തും ഒരു പ്രോബ്ലം സോൾവിങ് ആണ്. എന്തിന് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊരു പ്രൊഡക്റ്റ്, എന്ത് ബിസിനസ് എന്തും ആയിക്കോട്ടെ, ഒരു പ്രോബ്ലം സോൾവിങ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. അത് കലാപ്രകടനത്തിലും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകരുത്. കാരണം പോയി കഴിഞ്ഞാൽ അവിടെ ആഫ്റ്റർ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടിയുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വെൽ നോളജ് ആയിട്ടുള്ള ഹിപ്നോട്ടിസ്റ്റുകളും ഈ മെന്റലിസ്റ്റുകളൊക്കെ, പ്രശസ്തി വരും, പണം വരും, പക്ഷെ വേറൊന്നും അവർ കാണുന്നില്ല. ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളല്ലേ. ഒരു സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് മുന്നിൽ നിന്ന് പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവനുണ്ട്. പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ കണ്ടിട്ടില്ല. എല്ലാം മണി മേക്കിംഗ് എന്നുള്ളൊരു മണി ഫെയിം എന്നുള്ളൊരൊറ്റ സംഗതിയിലേക്ക് മാറുന്നുണ്ട്. ഒരു മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? അതായത് പലപ്പോഴും ഞാൻ ഷോ കാണുന്ന സമയത്ത് എല്ലാം സക്സസ്ഫുൾ ആവുന്നത് മാത്രമാണ് കാണുന്നത്. അതല്ലാതെ സംഭവിക്കുമോ? അല്ലാതെ സംഭവിക്കും. മിസ്റ്റേക്കുകളെ കവർ ചെയ്തിട്ട് അത് മിസ്റ്റേക്ക് അല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കിക്കണം ഓഡിയൻസിന്റെ ഇടയിൽ. അതാണ് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാർ അതാണ് ചെയ്യുന്നത്. മാജിക്കിലാണെങ്കിലും മെന്റലിസത്തിലാണെങ്കിലും
പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അതാണ്. അതായത് മിസ്റ്റേക്കുകൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും, പക്ഷെ അത് മിസ്റ്റേക്കായിട്ട് ഓഡിയൻസിന് ഫീൽ ചെയ്യാൻ പാടില്ല. ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നതിന്റെ അത്രയും വേറെ എവിടെ നിന്ന് പഠിച്ചാലും കിട്ടില്ല എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്, നമ്മളൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മളൊരു ട്രിക്ക് പഠിച്ചു, നമ്മൾ പെർഫോം ചെയ്യുന്നു. അതിൽ പെർഫോം ചെയ്യാനേ പഠിപ്പിക്കുന്നുള്ളൂ, ട്രിക്കേ പഠിപ്പിക്കുന്നുള്ളൂ. തെറ്റ് പറ്റി അങ്ങനെ തിരുത്തണം എന്ന് അവിടെ പഠിപ്പിക്കുന്നില്ല. അത് നമ്മുടെ എക്സ്പീരിയൻസിൽ വരണ്ട. ചിലപ്പോൾ ഈ എക്സ്പീരിയൻസ് 10 വർഷം 15 വർഷം എടുത്തിട്ടായിരിക്കും ഇവർ എക്സ്പീരിയൻസ് കിട്ടുന്നത്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ട്രിക്കുകളോ പെർഫോമൻസ് രീതികളോ അല്ല, അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ നല്ലതും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. അതാണ് ഞാൻ റിയലായിട്ട് വിശ്വസിക്കുന്ന ഒരു ഇത്. ശരിക്കും ഇപ്പം പഠിക്കാൻ ഒരു മെന്റലിസം കോഴ്സ് അവൈലബിൾ ആണോ? ഇതിന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇനി അഥവാ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ജീവിതോപാധിയായി കൊണ്ടു നടക്കാൻ നമുക്കിത് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കലയാണോ ഈ മെന്റലിസം? ഞാൻ ഇതിലേക്ക് വരുന്ന ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമായിട്ട് പറയാം. മെന്റലിസത്തിന് ശരിക്കും സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെർഫോമിംഗ് ആർട്ടാണ്. സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാ? ഇപ്പം ഞാനൊരു ക്ലാസ് എടുത്താൽ ഞാനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. മെന്റലിസ്റ്റ് എഴുതുന്നതിൻ്റെ സർട്ടിഫിക്കറ്റാണ് അവരുടെ കയ്യിലുണ്ടാവുക, എൻ്റെ അടുത്ത് പഠിച്ചാൽ. അല്ല ഇപ്പോൾ വേറെ ആളുടെ അടുത്ത് പഠിച്ചാൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുക. പക്ഷേ ഒരു ഗവൺമെൻറ് ഒന്നും ഇതൊരു മാജിക് ഉണ്ട്, മാജിക് അക്കാഡമിയിൽ കോഴ്സ് ഗവൺമെൻറ്റിൻ്റെ ഇതിൻ്റെ കീഴിൽ അങ്ങനെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അത് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്. മറ്റേതൊക്കെ സർട്ടിഫിക്കറ്റ് എന്നുള്ള രീതിയിൽ വെക്കാനേ പറ്റത്തുള്ളൂ. ഇനി മെന്റലിസം പഠിച്ചാൽ അതിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ശരിക്ക് 2 ഉത്തരവുണ്ട്. പറ്റുമെന്നും പറ്റില്ല എന്നും 2 ഉത്തരമുണ്ട്. എങ്ങനെ പറ്റും എന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പം ഞാനടക്കം, ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ട് ഒരാളല്ല. കാരണം ഞാൻ എനിക്ക് തന്നെ വെച്ചിരിക്കുന്ന ഒരുപാട് ലിമിറ്റേഷൻസും ഒരുപാട് റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഞാൻ ഇത് ചെയ്യില്ല, ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഫെയിമായിട്ട് പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഷോസ് ഉണ്ടോ? ഷോസ് ഉണ്ട്. കാരണം മൗത്ത് പബ്ലിസിറ്റിയിലാണ്. ഒരു സമയത്ത് കണ്ടാൽ അതിൻ്റെ കണക്ഷനിലാണ് എനിക്ക് ഷോസ് വരുന്നത്. എനിക്ക് സോഷ്യൽ മീഡിയ പബ്ലിസിറ്റിയുടെ ആവശ്യം വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് അതിൻ്റെ മേളിൽ നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ ജീവിച്ചുകൊണ്ട് വരുമാനം അതിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചോദ്യം, നമുക്ക് മെന്റലിസം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിൽ, നിങ്ങൾക്ക് ടെക്നിക്കലായിട്ടൊരു നോളജ് ഇല്ല, സോഷ്യൽ മീഡിയ ആയിട്ട് യാതൊരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഹയർ ചെയ്യണം. ഈ മെന്റലിസത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണ്ടുന്ന ചുറ്റുപാടുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഉപജീവന മാർഗമായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. 100% നല്ലൊരു ലൈഫ് ഇതിനെ കൊണ്ട് സാമ്പത്തികപരമായിട്ടും ഫെയിമായിട്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ അതിന് ആ ട്രാക്കിൽ കൊണ്ടുപോകണം. എനിക്കിതറിയാം, എനിക്കതറിയാം, എനിക്ക് 100 ട്രിക്ക് അറിയാം, 1000 ട്രിക്ക് അറിയാം എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് പ്രാവർത്തികമാക്കണം. എവിടെ എന്നുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റേജിൽ എവിടെയാണെങ്കിൽ പ്രാവർത്തികമാക്കാൻ പറ്റണം. ഒരു മെന്റലിസ്റ്റ് ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയി ഇരിക്കാൻ പറ്റുമോ? ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം പ്രേതം എന്ന സിനിമയിൽ തന്നെ കാണിക്കുന്ന ചില മാനറിസംസ് ഉണ്ട്. അപ്പം മെന്റലിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ കഴിവുള്ള, മനസ്സ് വായിക്കാൻ പറ്റുന്ന, എന്നാൽ ചിലർക്ക് ആത്മീയമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ചില ശക്തികൾ ഉണർന്നിട്ടുള്ള ഒരു മാനറിസംസ് ഒക്കെ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, അതോ വളരെ നോർമൽ ഹ്യൂമൻ ബീങ് ആയിട്ട് ഇരുന്നു കൊണ്ട് തന്നെയല്ലേ മെന്റലിസ്റ്റ്? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം. മെജീഷ്യൻസ് ഈ കോട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഭീകര സൃഷ്ടിക്കുന്ന എന്തിനാ? മാജിക് ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവരുടെ അപ്പിയറൻസ് ഉണ്ടല്ലോ, സ്റ്റേജിൽ ഒരു മജീഷ്യൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഡംബരമായിട്ടുള്ള ഡ്രസ്സുകൾ, കാര്യങ്ങൾ, എന്നാലേ അത് ക്ലിക്ക് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സാമ്രാജ് സാർ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരു പള്ളിയിൽ അച്ഛൻ, ഒരു ഫാദർ അവിടെ നിൽക്കുന്നുണ്ട്. ആ പള്ളിയിൽ കുറെ പ്രശ്നങ്ങൾ നടക്കാം. അപ്പോൾ ഫാദർ മറ്റേ ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ആ ഒരു ദൈവികമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ വന്നിട്ട് ആരാടോ എന്താടോ മാറടോ എന്ന് പറഞ്ഞാൽ അവിടെ വിലയുണ്ട്. നേരെ മറിച്ച് ഇതേ പള്ളിയിൽ അച്ഛൻ ഒരു ലുങ്കി എടുത്തിട്ട് അവിടെ വന്നിട്ട് ആരാടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. അപ്പോൾ വേഷവിധാനങ്ങൾക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾക്കും പ്രാധാന്യമുണ്ട്. മെന്റലിസ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ, ഇയാളൊരു മെന്റലിസ്റ്റ് ആണ് എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ മനസ്സിലുള്ള ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. മെന്റലിസ്റ്റുകൾക്ക് എപ്പോഴും നോർമൽ ഡ്രസ്സിൽ നടക്കാം. നോർമലായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ് മെന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മെന്റലിസ്റ്റിന് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും, ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാജിക് ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നോർമൽ മനുഷ്യനാണ്. പക്ഷെ ഒരു മെന്റലിസ്റ്റിന്റെ അവസ്ഥ അങ്ങനെയല്ല. മെന്റലിസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാൾ മെന്റലിസ്റ്റ് ആണ്. ജീവിതകാലം മുഴുവൻ അയാൾ മെന്റലിസ്റ്റ് ആണ്. റോട്ടിൽ കൂടെ നടക്കുമ്പോഴും മെന്റലിസ്റ്റ് ആണ്, കാറിൽ പോകുമ്പോഴും ഫാമിലി ഫംഗ്ഷൻസിന് പോലും മെന്റലിസ്റ്റ് ആണ്. അതാണ് ഇതിന്റെ ഒരു, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൾഡ് റീഡിംഗ് എന്ന് പറയുന്ന ആശയം ഒന്ന് വിശദീകരിക്കാമോ? മെയിനായിട്ട് നമ്മൾ ഒരാളെ പഠിക്കുക, അയാളുടെ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് കോൾഡ് റീഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ടേമാണ് കോൾഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട്. ബോഡി ലാംഗ്വേജ്, കോൾഡ് റീഡിംഗ് ഒക്കെ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ്. ഹോട്ട് റീഡിംഗ് എന്ന് പറയും. അപ്പം ബോഡി ലാംഗ്വേജിൽ പറയുന്നൊരു കാര്യം,
ഇപ്പോൾ ഒരാളുടെ പോസ്റ്റേഴ്സ് ഇരിക്കുന്നതോ നിൽക്കുന്നതോ പോസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാൾ എങ്ങനെയുള്ള ആളാണെന്നുള്ളതോ നമ്മൾ കോർപ്പറേറ്റീവ് ആളാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരാൾ ദേഷ്യത്തിലാണോ എന്നുള്ളതും ഒരാൾ സന്തോഷത്തിലാണോ ഉള്ളതെന്നും ഇയാൾ കളവ് പറയുകയാണോ എന്നുള്ളതും ആലോചിക്കാമെന്നുള്ളതൊക്കെ പറയാം. പക്ഷെ ഒരാളുടെ മനസ്സിൽ ഒരു പേരുണ്ടെങ്കിൽ, ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇയാൾ എന്താ ആലോചിക്കുന്നു എന്നൊന്നും ഇതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെന്റലിസത്തിന്റെ കുറച്ച് ഏരിയാസ് ഉണ്ട്, അതിലേ അത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാനിരിക്കുന്ന പോസ്റ്റർ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഞാനിരിക്കുന്ന പോസ്റ്റർ, ഞാനിപ്പോൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയാണ്, ഓപ്പണായിട്ട് സംസാരിക്കുകയാണ്. പക്ഷെ എന്റെ ബോഡി പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ കാല് ക്രോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, കൈ തിരിച്ചു വെച്ചിട്ടിരിക്കുകയാണ്. എന്റെ കയ്യിൽ ഫോൺ ഉണ്ട്. ഫോൺ കയ്യിലുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്ന ആളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സൂചനയും കൂടെ അതിലുണ്ട്. ഒരു മീറ്റിംഗ് തുടങ്ങുമ്പോൾ പലരും ഫോൺ മാറ്റി വെക്കുന്നത് എന്തുകൊണ്ടാണ്? ആ റെസ്പെക്ട് ഉണ്ടെന്ന് കാണിക്കാനുള്ള ഒരു ഉപബോധ മനസ്സിൽ പോകുന്ന ഒരു മെസ്സേജാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് കംപ്ലീറ്റ്ലി റോങ് ആയിട്ടാ, അല്ലേ? എന്റെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് റോങ് ആണ്. പക്ഷെ ഞാനിവിടെ ഓപ്പണായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. പിന്നെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുക എന്നുള്ളത് ഇന്നൊരു ട്രെൻഡാണ്. ഫോർ എക്സാമ്പിൾ, ആമസോൺ കാർഡുകളുടെ അകത്ത് അധികം പഠനങ്ങളൊന്നും അധികം നടന്നിട്ടില്ല. ഇപ്പൊ ഒരാൾ പറയാണ് ഇത് ആമസോൺ കാർഡിൽ വളരുന്നൊരു ചെടിയാണ്, ഇതിനുണ്ടാക്കിയ മരുന്നാണിത്, ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ഇന്ന പ്രശ്നങ്ങൾ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ മെന്റൽ നമ്മുടെ ബ്രെയിനുമായിട്ടുള്ള പഠനങ്ങളും അധികം നടക്കാത്തൊരു ഏരിയയാണ്. അപ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കച്ചവടമാണ് ഇപ്പം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മേളിൽ എങ്ങനെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ് വരുന്ന സംഭവം തന്നെയാണ്. ഞാനിത് ചോദിക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോയാണ് GS പ്രദീപിന്റെ അശ്വമേധം എന്നുള്ളത്. അത് മൈൻഡ് റീഡിംഗ് ആണോ? ഒരിക്കലും അല്ല. കാരണം ഞാൻ നേരിട്ട് ആ ഷോ എക്സ്പ്ലോർ ചെയ്ത ഒരാളാണ്. ശരിക്ക് ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഞാൻ ആ ഷോയിൽ ഞാൻ ശരിക്ക് നമ്മൾ കൊടുത്ത പേര് കണ്ടുപിടിക്കില്ല എന്ന് 100% ഷുവർ ആയിരുന്നു. പക്ഷെ പുള്ളി അത് കണ്ടുപിടിച്ചു. പുള്ളിയുടെ നോളജാണ് അത്. പക്ഷെ നോളജ് എല്ലാവർക്കും ഉണ്ട്, കൃത്യമായിട്ട് അതെങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതിനും മെത്തേഡ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മെത്തേഡ്സ് അദ്ദേഹത്തിന്റെ ട്രേഡ് സീക്രട്ട് ആയിരിക്കും, അദ്ദേഹം അത് കയ്യിൽ വെക്കുന്നുണ്ടാവും, പുറത്ത് വിടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഇതാണ് എൻ്റെ ട്രിക്കുകൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ട് അദ്ദേഹത്തിന് വലിയൊരു ട്രിക്ക് ഉണ്ടാവുള്ളൂ. അതായത് അദ്ദേഹം പുറത്ത് വിടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്പേഴ്സ് മെമ്മറൈസ് ചെയ്യാം, 1 to 100 1 to 1000 നമ്പേഴ്സ് നമുക്ക് മെമ്മറൈസ് ചെയ്യാം. വേർഡ്സ്, ഒരു 1000 വേർഡ് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ 999 വേർഡ് ഇന്നാന്ന് നമുക്ക് പറയാം, 100ാമത്തെ വേർഡ് ഇന്നാന്ന് പറയാം. ഒരു 10 ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ ഒബ്ജക്റ്റ് ആണ് ഇന്ന് ഇതെന്ന് നമുക്ക് പറയാം. ഇതൊക്കെ മെമ്മറൈസിങ് പവർ. അതിന് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. എനിക്കത് ഇതുപോലെ ഓപ്പണായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാനും റെഡിയാണ് ഇന്ന് ഇതുപോലെയുള്ള ടോക്കുകളിൽ. അല്ലാതെ സോഷ്യൽ മീഡിയയിലേക്ക് അത്. നിങ്ങളുടെ ഈ പെർഫോമൻസിന്റെ പുറകിലുള്ള ഏതെങ്കിലും ഒരു തന്ത്രം, നമ്മൾ എപ്പോഴും പറയാനൊരു ട്രിക്ക് എന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ അതിന് സാധിക്കും? സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്ന ഒരു ചെറിയ സംഭവം ഉദാഹരണ സഹിതം ഞാൻ കാണിച്ചു തരാം. ഒരു ചെറിയ ട്രിക്ക് റിവീൽ ചെയ്യുന്ന പരിപാടിയും കൂടെയാണ്. ചെയ്തോട്ടെ? ശരി. ഒരു പെന്നും ഒരു പേപ്പറും, പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ്, എന്തെങ്കിലും ഒരു ട്രേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പൊ ഇവിടെ എൻ്റെ കയ്യിൽ ഒരു ഡൈ നമ്പർ ഡൈ ഉണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ നടക്കാൻ പോകുന്നൊരു കാര്യം ഞാൻ ഇവിടെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. നടക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, ഞാൻ ഒരു നമ്പർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനിത് ഇവിടെ വെക്കാം. ഓക്കെ, എൻ്റെ കയ്യിലൊരു ഡൈ ഉണ്ട്. നോർമൽ ഡൈ ആണ്. ആ ഗ്ലാസ് ഒന്ന് ഗ്ലാസ്. ഓക്കെ, അപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു ട്രേ ഉണ്ട്. ഞാൻ ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ. ഓക്കെ, ഇത് ഡൈ ആണ്, കയ്യിൽ വെക്കാം. ഓക്കെ, ഈ ഡൈ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏത് നമ്പറാണ് ടോപ്പിൽ വരിക എന്നുള്ളത് ഇപ്പൊ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും? എനിക്ക് ഇല്ല. ഞാൻ പ്രഡിക്റ്റ് ചെയ്താൽ അത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആണ്, അല്ലേ? ഒന്ന് അതിലേക്ക് ഇടാമോ? ഇത് വന്നിരിക്കുന്ന 1 ആണ്. ഇത് നമുക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, ഒരു നമ്പർ ഇവിടെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി താങ്കൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈ എടുത്തിട്ട് ഞാൻ ഈ പേപ്പർ എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിക്കാം. ഓക്കെ, ആ ഡൈ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇടാം കേട്ടോ. നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ പല നമ്പേഴ്സും വന്നു. ഇത് ഫൈനൽ ഒരു നമ്പർ വന്നിട്ടുണ്ട്. എത്രയാണ് നമ്പർ? ടോപ്പ് 3 ആണ്. ഓക്കെ, ഞാനിവിടെ എക്സാക്ട്ലി എഴുതി വെച്ചിരിക്കുന്നത് 3 ആണ്. അപ്പൊ ഇത് ഫ്യൂച്ചർ പ്രഡിക്ഷൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചാൽ ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ, ഇത് സാറിന് കയ്യിൽ വെച്ചു. സോറി, എനിക്ക് ആ പേപ്പറും പെന്നും ഒന്ന് തരാമോ? പെൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഇത് റിയൽ ആയിട്ട് സംഭവിച്ചതാണ്. സിംഗിൾ ഷോട്ടാണ്, കട്ട്സ് കാര്യങ്ങളൊന്നുമില്ല. ഇനി സോഷ്യൽ മീഡിയ നടക്കുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ വീണ്ടും ഈ 3 കൂട്ടുന്നില്ല. ഞാൻ വേറൊരു നമ്പർ ഞാൻ ഇതിൽ എഴുതുകയാണ്. ഓക്കെ,
ഞാൻ ഇതിലൊരു നമ്പർ എഴുതിയിട്ടുണ്ട് വെച്ചു. ഓക്കെ, ഇതിലിപ്പോൾ ഗ്ലാസ്സിൽ ഡൈ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇതിങ്ങോട്ട് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. 2 വന്നു, 3 വന്നു, വീണ്ടും 3 വന്നു. ഇതിങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് മുള്ളായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇട്ടുകൊണ്ടിരുന്നത് ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് 6 ടോപ്പിൽ വരുന്നത് വിചാരിക്കും. ഈ 6 വരുന്നത് വരെ ഞാനിതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. കാരണം എൻ്റെ പ്രഡിക്ഷൻ 6 ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം 6 വന്നു. 6 വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എടുത്തിട്ട് ദിസ് ഇസ് മൈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 6 ഞാൻ കാണിച്ചു. ഓക്കെ, ഇത് നമ്മൾ കണ്ട പ്രൊസീജിയറാണ് അല്ലേ. ഇപ്പോൾ ഇത്രയും നേരം കുറേ തവണ ഇട്ടിട്ടാണ് ഈ 6 വന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഏറുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ മുമ്പ് ഇട്ട പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കളയും. ഓക്കെ, ഈ 6 ഇടുന്നത് മുതലേ ഇത് കാണിക്കുള്ളൂ. സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർക്കും എന്ത് ഗിമ്മിക്കുകൾ വേണമെങ്കിലും കാണിക്കാം. ആർക്ക് വേണമെങ്കിലും മെന്റലിസ്റ്റ് ആവാം, ആർക്ക് വേണമെങ്കിലും ഹിപ്നോട്ടിസ്റ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോഷ്യൽ മീഡിയയിൽ എന്തും പോസിബിൾ ആണ്. മലയാളികള് എല്ലാം വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷെ സമ്മതിച്ചു തരുന്ന ആൾക്കാരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വിമർശകർ ഒരുപാട് ഉണ്ടാവും. എങ്ങനെയാണ് ഏതോ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? മുമ്പൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കമന്റ് എടുത്ത് നോക്കും. അപ്പോൾ ഭയങ്കര എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം. അപ്പോൾ ഭയങ്കര വിഷമമുണ്ടാവും. ഇന്നതൊന്നും, കാരണം കാലഘട്ടം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉൾക്കൊണ്ട് വരണം എന്നുള്ളത് ഇന്നതൊന്നും വിഷയമല്ല. അത് പിന്നെ അഭിനന്ദനമാണെങ്കിലും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തലാണെങ്കിലും ഒക്കെ ആ ഒരു സെൻസിൽ ഇപ്പോൾ എടുക്കാറുള്ളൂ.